നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഓരോ ഡിസീസിനെ കുറിച്ച് പറയുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശരീരഭാര വർധനവ് എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞതല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമുക്കിപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ പേരും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയാം. അതാണ് പ്രമേഹം അഥവാ ഡയബറ്റിക്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികൾ ഇന്ന് കേരളത്തിൽ ഉണ്ടെന്ന് അല്ലേ. 30 വയസ്സ് മുതൽ അങ്ങോട്ട് ഒരുപാട് പേർക്ക് ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയുന്ന ഒരു അസുഖവുമായി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ എല്ലാ പേർക്കും അറിയേണ്ടത് പ്രമേഹം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കഴിക്കാം, മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ഭക്ഷണം നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ പിന്നെ എന്തിനാണ് മെഡിസിൻസ് എടുക്കുന്നത്, ഇൻസുലിൻ എടുക്കുമ്പോൾ ഭക്ഷണം നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ, മെഡിസിൻ കഴിക്കുന്നത് ഭക്ഷണ നിയന്ത്രണം ഒഴിവാക്കാൻ വേണ്ടിയല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പലർക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ഡയബറ്റിക് എന്ന് പറയുന്നത് ഷുഗറിൻ്റെ വർധനവാണെന്നും അത് കാരണം മധുരം മാത്രം അവോയ്ഡ് ചെയ്താൽ മതിയെന്നും മധുരമല്ലാത്ത മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് പ്രമേഹത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ പ്രമേഹത്തെ എങ്ങനെയൊക്കെ നമുക്ക് പ്രമേഹം ഉള്ളവർ എങ്ങനെയൊക്കെ ഭക്ഷണം നിയന്ത്രിക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, പ്രമേഹം എന്ന് പറയുന്നത് ഒരു രോഗമായി കണ്ട് നമ്മൾ വിഷമിച്ച് അല്ലെങ്കിൽ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പ്രമേഹത്തെ നമ്മളൊരു കണ്ടീഷനായി മാത്രം കണ്ടാൽ നമുക്ക് വളരെയധികം സമാധാനത്തോടു കൂടി ഇതിനെ നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ, പ്രമേഹം എന്ന് പറയുന്ന ഒരു അസുഖത്തെ നമ്മളുടെ കൈമുഷ്ടിക്കുള്ളിൽ ഇങ്ങനെ ചുരുട്ടിപ്പിടിക്കാൻ നമുക്ക് സാധിച്ചാൽ ഈ പ്രമേഹം കൊണ്ടുണ്ടാകാവുന്ന മറ്റ് അസുഖങ്ങളെ നമുക്ക് ഒരുപാട് പുറകിലേക്ക് തള്ളി നിർത്താനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഈ കൈമുഷ്ടി ഇങ്ങനെ അയച്ചയച്ച് കൊടുക്കും തോറും മറ്റ് രോഗങ്ങൾ നമ്മിലേക്ക് വരുന്ന ദൂരം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പ്രമേഹത്തിന് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് വ്യായാമം, രണ്ടാമത് ഭക്ഷണ നിയന്ത്രണം, മൂന്നാമത് മെഡിക്കേഷൻസ് അതായത് മരുന്നുകൾ. അപ്പോൾ വ്യായാമം അനിവാര്യമായ ഒരു ഘടകമാണ്. ദിവസേന അരമണിക്കൂർ നടക്കുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, ജോഗിങ് ചെയ്യുക, യോഗ ചെയ്യുക, ഡാൻസ് ചെയ്യുക, എന്ത് വേണമെങ്കിലും വ്യായാമമായിട്ട് ചെയ്യാം. നമ്മൾക്ക് എല്ലാ ദിവസവും അരമണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രക്രിയയാണ് വ്യായാമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഭക്ഷണ നിയന്ത്രണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാരടങ്ങിയ ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫലവർഗ്ഗങ്ങൾ അതായത് പഴങ്ങൾ, അതായത് ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം പ്രമേഹം മധുരപലഹാരങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു അസുഖമാണെന്നും നമ്മളത് സ്വാഭാവികമായും പലരും മാറ്റിവെക്കാറും ഉള്ളതാണ് അല്ലേ. അതോടൊപ്പം തന്നെ വറുത്തത്, അതുപോലെ തന്നെ പൊരിച്ചത്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതുകൂടാതെ തന്നെ മൈദയുടെ അമിതമായ ഉപയോഗം ഉള്ള വസ്തുക്കൾ, ബേക്കറി സാധനങ്ങൾ, കുപ്പികളിൽ അടച്ചു വരുന്ന ജ്യൂസസ്, അതിനോടൊപ്പം തന്നെ മറ്റ് ശരീരത്തിന് ഹാനികരങ്ങളായ മറ്റ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ അതും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. പ്രമേഹമുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കൃത്യമായ ഇടവേളകളിൽ ഭക്ഷണം കഴിക്കാൻ മറക്കാതിരിക്കുക എന്നുള്ളതാണ്. രാവിലത്തെ പ്രാതൽ തുടങ്ങി രാത്രിത്തെ ഭക്ഷണം വരെ ഒരു ക്രമമായും ചിട്ടയോടും കൂടി തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രമേഹത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, കൂടുതലായിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് ചോറിന് പകരം ചപ്പാത്തി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന്, അല്ലെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കാലറിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും വരുന്നതാണ്. അപ്പം റൈസിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റും വീറ്റിൽ കോംപ്ലക്സ് കാർബുമാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് അത് തന്നെയാണ്. അപ്പോൾ നാരിൻ്റെ അംശം കൂടുതലായിട്ട് ഗോതമ്പിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഗോതമ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറയുന്നത്. ഗോതമ്പ്, അത് നമ്മൾ സ്ട്രെസ് ചെയ്ത് തന്നെ പറയുകയാണ്, മുഴുവൻ ഗോതമ്പ് പൊടിച്ചെടുത്ത ഗോതമ്പ് മാവും
ആട്ടമാവും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോതമ്പ് മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ പ്രമേഹ രോഗികൾക്ക് റാഗി, അതായത് കൂരവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും നല്ലതായിരിക്കും. ഹൈ അയൺ, അതുപോലെ തന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള കൂരവ് മാവ് നമുക്ക് ദോശ, പുട്ട് ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് പൾസസ്, അതായത് പയറുപരിപ്പ് വർഗ്ഗങ്ങളുടെ ഉപയോഗം ദിനംപ്രതി നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും നല്ലതാണ്. മത്സ്യമാംസാദികൾ കൊഴുപ്പടങ്ങാത്ത, അതായത് അമിതമായ കൊഴുപ്പില്ലാത്ത മത്സ്യമാംസാദികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും തന്നെ ഇല്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് പഴങ്ങൾ കഴിക്കാൻ പാടില്ല എന്നല്ല, നാരടങ്ങിയ പഴങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നാര് ധാരാളം അടങ്ങിയ പഴങ്ങൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, പക്ഷേ ലിമിറ്റഡ് നമ്പേഴ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ആ ഒരു നമ്പറിൽ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ഇനി ഇടവിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. മേജറായിട്ടുള്ള 3 മീൽസ്, അതായത് പ്രാതൽ, അതുപോലെ തന്നെ ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, ഇതിനിടയ്ക്ക് ഓരോ ചെറിയ സ്നാക്കിംഗ് എന്ന് പറയുമ്പോൾ ഉഴുന്നുവട, പരിപ്പ് വട, ഇങ്ങനെയുള്ള ആ ഒരു സ്നാക്സ് അല്ല പറയുന്നത്. സ്നാക്കിംഗ് എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ട് സാലഡ്സ്, അതുപോലെ തന്നെ മുളപ്പിച്ച ധാന്യങ്ങൾ, പുഴുങ്ങിയ പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നട്ട്സ് നമുക്ക് ഒരു പിടി നട്ട്സും സ്നാക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് അമിതമായ ചായ, ഒരു ദിവസം ഈ ഇടവിട്ട് ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ആ ഒരു ശീലത്തിന് ഒരു കടിഞ്ഞാൺ ഇടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ചായയുടെ ഉപയോഗം ലിമിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചിട്ടയായിട്ട് ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അപ്പോൾ പ്രമേഹത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നമ്മൾ ചിട്ടയായ ഒരു ജീവിത രീതി കൊണ്ടുവരിക, വ്യായാമം അനിവാര്യമായതാണ്. അതിനോടൊപ്പം തന്നെ മെഡിക്കേഷൻസ്, ഓരോ മെഡിസിൻസിനും ഓരോ സമയമുണ്ട്. പ്രമേഹത്തിന് കഴിക്കുന്ന മെഡിസിൻസ് ചിലർ ഇൻസുലിൻസ് എടുക്കുന്നവരുണ്ടാവും, ചിലർ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇൻസുലിൻ തന്നെ 2-3 തരത്തിലുള്ളവയുണ്ട്. അതായത് ഫാസ്റ്റ് ആക്ടിങ് ഉണ്ട്, സ്ലോ ആക്ടിങ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ആക്ടിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഇൻസുലിൻ അതേതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ആ ഇൻസുലിൻ എടുക്കുന്നത് ആഹാരത്തിന് മുന്നേ ആണോ, ആഹാരത്തിന് അരമണിക്കൂർ മുന്നേ ആണോ, അല്ലെങ്കിൽ ആഹാരത്തിന് തൊട്ട് മുന്നേ ആണോ, അല്ലെങ്കിൽ ആഹാരശേഷമാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി ആ സമയത്ത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന മെഡിസിൻസ്, ആഹാരത്തിന് ശേഷം കഴിക്കേണ്ട മെഡിസിൻസ് കൃത്യമായും ആഹാരത്തിന് ശേഷം തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചില വ്യക്തികൾ, പ്രമേഹം രോഗികൾ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അമിതമായ ഭക്ഷണം കഴിക്കേണ്ടതോ അല്ലെങ്കിൽ അമിതമായ മധുരം കഴിക്കേണ്ടതോ ആയ ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ പലരും ചെയ്യുന്ന ഒരു കാര്യം എക്സ്ട്രാ മെഡിക്കേഷൻ സ്വയം നിശ്ചയിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു തെറ്റായ പ്രവണത പലരിലും കണ്ടുവരാറുണ്ട്. അതൊരിക്കലും തന്നെ ചെയ്യാതിരിക്കുക. നമ്മൾക്ക് ഒരു പക്ഷേ എന്തെങ്കിലും രീതിയിൽ ഭക്ഷണത്തിൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് കഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മധുരം കഴിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഓടിപ്പോയിട്ട് നമ്മൾ ഇൻസുലിൻ ലെവൽ കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ഗുളിക കൂടി കഴിക്കുകയോ അല്ല. ഷുഗർ വാല്യൂസ് നോക്കിയതിന് ശേഷം മാത്രം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. അപ്പോൾ ശ്രദ്ധയോടുകൂടി ചിട്ടയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹത്തിനെ നമ്മുടെ കൈമുഷ്ടിക്കുള്ളിൽ തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ പ്രമേഹാനന്തരം ഉണ്ടാകുന്ന, പ്രമേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഹൃദ്രോഗങ്ങൾ, വൃക്കരോഗങ്ങൾ, ലിവർ ഡിസീസസ് തുടങ്ങിയവയെ നമുക്ക് ഒരുപാട് കാലത്തേക്ക് അകറ്റി നിർത്താനായിട്ടും സാധിക്കും. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾക്ക് പ്രമേഹം എന്നുള്ള രോഗം വേണമോ വേണ്ടയോ എന്ന്. സ്വയം നിശ്ചയിക്കാം, സ്വയം തീരുമാനിക്കാം. നന്ദി, നമസ്കാരം.